ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഃഖങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ. ഒരു മനുഷ്യ ജീവിയാവുമ്പോൾ ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഇടകലർന്നിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സും ഉണ്ടാവില്ല. അതായത് ഒരു കാരണമൊന്നുമില്ലാതെ ദുഃഖം, ഒരു കാരണമൊന്നുമില്ലാതെ മനസ്സിൽ നല്ലൊരു സന്തോഷം കുഴപ്പമില്ല, ദുഃഖമാണല്ലേ പ്രയാസം. നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലുണ്ടാകുന്ന ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. ആ വിഷമങ്ങൾക്കൊക്കെ ഒരു കാരണം ഉണ്ടാക്കും. ആ ഒരു കാരണം ഒഴിവായാൽ തന്നെ ഇപ്പം അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നം നീങ്ങിയാൽ തന്നെ നമ്മുടെ സങ്കടം മാറും. നമ്മൾ ആ സങ്കടത്തിന് പകരം പിന്നെ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം ഓടിപ്പാഞ്ഞെത്തും. അപ്പോൾ പിന്നെ അത് സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ സന്തോഷങ്ങളുള്ള കാര്യങ്ങൾ, ആ സന്തോഷമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്താകും, സങ്കടമാകും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, ഈ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ ദിവസം നമ്മളതോർത്ത് സന്തോഷിക്കും, പിന്നെ നമ്മളതിനെക്കുറിച്ച് മറക്കും, പിന്നെ നമ്മളത് സ്വാഭാവികമായിട്ടുള്ള സാധാരണയായിട്ടുള്ള കാര്യമാക്കി മാറ്റും. അങ്ങനെയുള്ള സാധാരണമാക്കിയുള്ള കാര്യമാക്കി മാറ്റും. നമ്മളതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവം വരുമ്പോഴേക്കും നമ്മൾ സങ്കടപ്പെടും. എന്നിട്ട് ഇനി അതില്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സന്തോഷകരമായിട്ടുള്ള കാര്യം ഇല്ലാത്തവരുടെ അവസ്ഥ. ഇപ്പോൾ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഇല്ലാത്തവരുടെ അവസ്ഥ എല്ലാം ചോദിക്കുക. അവർക്ക് പെട്ടെന്ന് അത് കിട്ടുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം, അതായത് ഇപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ ഒരുപാട് അനുഗ്രഹങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താതെ എന്തെങ്കിലും ഒരു കുഞ്ഞത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട്, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്താനും പറ്റില്ല. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, കടം കുന്നുകൂടിയിട്ട് അള്ളാഹു തആല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു തആല എന്തൊരു ബുദ്ധിമുട്ട് നമ്മളിലേക്ക് ഇറക്കി തന്നിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ കാരണം നമ്മൾ എത്രമാത്രം വേദനിക്കുന്നോ അത്രയും പാപങ്ങൾ നമ്മളത് പുറത്ത് തരുന്നുണ്ട്. അപ്പം നമ്മൾ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാം മഹാനായിട്ടുള്ള അദ്ദേഹത്തിന് ദേഹം മുഴുവൻ പഴുത്ത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലുമില്ല. അവസാനം നാവുമ്മ പഴുപ്പ് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുന്നില്ല, അള്ളാഹുവേ ഈ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരീരം മുഴുവൻ ബാധിച്ച് ആളുകൾക്കെല്ലാം അറപ്പും വെറുപ്പും, കാരണം മണത്തിട്ടും ഒക്കെ. എന്നിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ അയ്യൂബ് നബിയെ സ്വന്തമായി നോക്കി. അപ്പം നോക്കിയേ, മഹാന്മാർക്ക് അള്ളാഹു തആലയുടെ നബിക്ക് വരെ എന്ത് ചെയ്തു, പ്രയാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ രോഗങ്ങൾക്ക്, എന്തെങ്കിലും അവിടെ നിന്നൊരു മുട്ടുവേദനയായിരിക്കും, അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഒരു സമാധാനമില്ലാതെ മറ്റെന്ത് സന്തോഷങ്ങൾ വന്നാലും ഇത് ഓർത്ത് തന്നെ ഇരിക്കും. അതിൻ്റെ ആവശ്യമില്ല. എത്രയോ വലിയ ക്യാൻസർ രോഗികൾ, ട്യൂമർ, ബ്രെയിൻ ട്യൂമർ, അങ്ങനെ ഒരുപാട് രോഗികൾ, കിഡ്നി ഇല്ലാത്തവർ, വൃക്കയില്ലാത്തവർ. അപ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മാറാനുള്ളൊരു ദിക്ർ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. എനിക്കറിയാം ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടിൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നതെന്നും എനിക്കറിയാം. പക്ഷേങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് പഠിച്ചോൻ വിചാരിക്കണം. പഠിച്ചോനെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രസ് ചെയ്യണം. അപ്പോഴേ പഠിച്ചോനെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റി തരുള്ളൂ. ഈ പരീക്ഷണങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ, കഠിനമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മുടെ തെറ്റൊന്നുമല്ല. പക്ഷേങ്കിലും അത് മാറ്റും പടച്ചോൻ, നമ്മളെ കണ്ടറിഞ്ഞ് മാറ്റും. നമ്മളെ പരീക്ഷിക്കല്ലേ. ആ പടച്ചോൻ നല്ല സന്തോഷം നൽകിയും പരീക്ഷിക്കും, സങ്കടങ്ങൾ നൽകിയും പരീക്ഷിക്കും. സന്തോഷം നൽകി നല്ല സമ്പത്തോ നല്ല സന്താനങ്ങളൊക്കെ നൽകി പരീക്ഷിക്കും. അവരെന്താണെന്നിട്ട് സമ്പത്ത് നല്ല ദാനം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പടച്ചോൻ നൽകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പടച്ചോൻ്റെ പരീക്ഷണമായിട്ട് കണ്ട് സങ്കടപ്പെടാതെ മനസ്സിനെ ആശ്വസിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ഏതാണ് ദിക്ർ എന്ന് പറഞ്ഞുതരാം. യാ മുഹൈമിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ.
യാ മുഹൈമിൻ യാ അല്ലാ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി ഇപ്പോൾ എന്തൊരു രോഗമായിക്കോട്ടെ, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് മരുന്നൊരു നേരം കുടിച്ചാൽ നമ്മുടെ രോഗം മാറുമോ? ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടർ പറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അടുത്തേക്കെങ്കിലും പോകണം. അപ്പോഴേക്കും അത് റെഡി ആയി തുടങ്ങും. ഇപ്പോൾ ഒരു 7 ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം ആകുമ്പോഴത്തേക്കിനും അത് റെഡി ആയി തുടങ്ങും, നമ്മുടെ രോഗം മാറി തുടങ്ങും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. നമ്മൾ പതിവാക്കുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക യാ മുഹൈമിൻ യാ അല്ലാ, കഴിയുന്നത്ര ചൊല്ലുക. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും, നമുക്ക് നല്ല ആശ്വാസം കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ദിക്ർ എല്ലാവരും പതിവാക്കട്ടെ. നല്ല രീതിയിൽ ചൊല്ലുക യാ മുഹൈമിൻ യാ അല്ലാ എന്നാണ്. ചൊല്ലാൻ കുറേ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങളെ ദുഃഖം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയും കൂടി പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നം കണ്ടറിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ പ്രതീക്ഷ ക്ലബ്ബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രതീക്ഷ ക്ലബ്ബിൽ ജോയിൻ ചേരാനുള്ള ഒരു വർഷത്തെ ഇതെന്ന് പറയുന്നത് ചാർജ്, അല്ലെങ്കിൽ അതിൽ ചേരാനുള്ള ഫീ എന്ന് പറയുന്നത് 599 രൂപയാണ്. അതിനുശേഷം പിന്നെ ഫീ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആത്മീയപരമായിട്ട് നമുക്ക് ചികിത്സിക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക ഇൻഷാ അല്ലാ. അതിൽ കൂടിക്കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാരുടെ സങ്കടക്കടലിനിടയിൽ ക്ലബിലല്ല നമ്മളിരിക്കുന്നത്. എല്ലാവരുടെയും സങ്കടം ഞാൻ പരസ്യമാക്കൊന്നുമില്ല, നമ്മൾ പരസ്യമാക്കൊന്നുമില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിപ്പോൾ ഒരുപാട് സങ്കടങ്ങളുള്ള ആൾക്കാരുണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതൊന്നല്ല എന്ന് തോന്നും. ഞാൻ മറ്റുള്ളവരുടെ അങ്ങനെ പറഞ്ഞ് നടക്കൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾ ഈസ് വെൽ എന്നുള്ള ഒരിത് പഠിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആത്മീയപരമായിട്ടുള്ള പരിഹാരം നമുക്ക് കാണാം. എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ നമുക്ക് പഠിക്കും. ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അള്ളാഹുവിനായിട്ടുള്ള അടുപ്പം നമ്മൾക്ക് വർദ്ധിപ്പിക്കും. ഈ പ്രതീക്ഷ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പ്രതീക്ഷകളുടെ കവാടങ്ങളാണ് തുറക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും, എന്തൊരു ദുഃഖങ്ങൾക്കും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു കൗൺസിലറോടെന്ന നിലയിൽ നമ്മളോട് പറയുക. അതിനുശേഷം നമ്മളതിന് പരിഹാര മാർഗ്ഗങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മളെ കോൾ ചെയ്യാനുള്ള അവസരം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഒരു വർഷത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. പറഞ്ഞല്ലോ 599 രൂപയാണ് ഫീ. പിന്നെ നിങ്ങൾക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം കേട്ടോ. വീഡിയോക്ക് താഴെ മോർ എന്നുള്ളൊരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഞാൻ അറിയാത്തവരുണ്ടാകും അവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിന് ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം തന്നെ പ്രതീക്ഷ ക്ലബ്ബ് വരുത്തുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.